അങ്ങനെ നയന ആ കാഴ്ച കണ്ട് ആദർശേട്ട എന്ന് അലറി വിളിച്ചുകൊണ്ട് ആദർശിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. ആദർശിന്റെ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. ആക്സിഡന്റ് സംഭവിച്ചത് കണ്ട് നാട്ടുകാരൊക്കെ ഓടിയെത്തി. പിന്നീട് ആദർശിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളായി എല്ലാവരും കൂടി. ആദർശിനെ പുറത്തെടുത്തപ്പോൾ നയന കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ആദർശിന് വളരെ ചെറിയ മുറിവുകളെ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിലും തലയിലും ചെറിയ മുറിവുകൾ മാത്രം. നയനയ്ക്ക് ഇത് കണ്ടപ്പോൾ സമാധാനായി. അങ്ങനെ ആദർശിനെ പുറത്തിറക്കിയതിനു ശേഷം നയന ഒരു വണ്ടി പിടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ നയന എന്ത് ചെയ്യുന്നുണ്ട്, ജയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്രയും വലിയ ആക്സിഡന്റ് നടന്നിട്ടും ആദർശിനൊന്നും സംഭവിക്കാത്തതിന്റെ കാരണം ആ വണ്ടിയുടെ എയർ ബാഗുകൾ ഓപ്പൺ ആയതുകൊണ്ട് മാത്രമാണ്. ഡോക്ടർ പിന്നീട് സ്കാനിങ്ങിനായി ആദർശിനെ കൊണ്ടുപോയി. സ്കാനിങ്ങിൽ ആദർശിന്റെ ഒരു കൈക്ക് ചെറിയ പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി. പൊട്ടലുണ്ടായ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം പ്രാഥമിക ചികിത്സയോടുകൂടി ആദർശിനെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. സംഭവിച്ചതൊന്നും മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനും ആരും തന്നെ അനന്തപുരിയിൽ അറിയുന്നില്ല. ജയൻ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, മോനെ ഇതെങ്ങനെയാ സംഭവിച്ചത്? അച്ഛാ, എൻ്റെ ഭാഗത്തുള്ള തെറ്റല്ല ഇത്. ഞാൻ എതിരെയുള്ള വാഹനം നന്നായി ശ്രദ്ധിച്ചതാ. അബദ്ധം പറ്റി ആക്സിഡന്റ് ഉണ്ടായതല്ല ഇത്. എന്നെ തന്നെ ലക്ഷ്യം വെച്ചിട്ടാ ആ വണ്ടി വന്നത്. ഞാൻ പരമാവധി സൈഡിലേക്ക് ഒതുക്കാൻ ശ്രമിച്ചിട്ടും എന്നെ തന്നെ ലക്ഷ്യം വെച്ച് വണ്ടിക്ക് വന്ന് ഇടിക്കായിരുന്നു. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അവർ നിർത്താതെ പോയി കളഞ്ഞല്ലോ. അച്ഛാ, എനിക്ക് ഉറപ്പാ ഇതാരോ കരുതിക്കൂട്ടി ചെയ്തതാണ്. ആദർശ് പറയുന്നത് കേട്ട് നാനയൊന്നും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഒരു ഭയത്തോടുകൂടി നാന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ, ആദർശേട്ടനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ആദർശേട്ടനെ അങ്ങനെ ശത്രുക്കൾ ആരും ഇല്ലല്ലോ. നാനെ, അങ്ങനെ ശത്രുക്കളൊന്നും എനിക്കില്ല. ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കും പറയാൻ പറ്റുന്നില്ല. എന്തായാലും തൽക്കാലം അമ്മയോടൊന്നും ഈ കാര്യം പറയണ്ട. ഇതൊക്കെ കേട്ടിട്ട് ജയൻ പറയുന്നുണ്ട്, ശരി മോനെ, അവരൊന്നും ഈ കാര്യം അറിയണ്ട. പക്ഷെ നമുക്കിത് അന്വേഷിക്കണം, ആരാ ചെയ്തതെന്ന്. അമ്പലത്തിൻ്റെ അടുത്തൊക്കെ CCTV ക്യാമറകളൊക്കെ ധാരാളം ഉള്ളതാ. CCTV ക്യാമറ ഒന്ന് നിരീക്ഷിക്കണം നമുക്ക്. ഈ സമയത്ത് നാന പറയുന്നുണ്ട്, അച്ഛാ, എന്തോ ഒരു ശബ്ദം കേട്ടിട്ടാ ഞാൻ തിരിഞ്ഞു നോക്കിയത്. അപ്പോഴാണ് ഒരു ലോറി ആദർശേട്ടൻ്റെ വണ്ടിയുമായി ഇടിക്കുന്നത് കണ്ടത്. അപ്പം തന്നെ ഞാൻ ആ വാഹനത്തിൻ്റെ നമ്പർ നോക്കിയതാ. പക്ഷേ നമ്പർ പ്ലേറ്റ് ആ വണ്ടിക്ക് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ മോളെ, നമുക്ക് ഉറപ്പിക്കാം ഇത് ആദർശനെ അപകടപ്പെടുത്താൻ വേണ്ടി ആരോ കരുതി കൂട്ടി ചെയ്തത് തന്നെയാ. ഇനി മുന്നോട്ട് നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. എന്തായാലും ആദർശെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ജയൻ എന്ത് ചെയ്യുന്നുണ്ട്, നായനെയും ആദർശിനെയും കൂട്ടി അനന്തപുരിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേണുവിനും രേവതിയും അനാമികയാണ്. വേണു എന്ത് ചെയ്യുന്നുണ്ട്, അനാമികയോട് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു മോളെ. നല്ല ഒന്നാം തരം അടിയാണ് അവൻ്റെ വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അവനെയും തൂക്കി പിടിച്ചുകൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവൻ ബാക്കിയാവുന്നു. ഇത് കേട്ടപ്പോൾ അനാമികയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇതൊക്കെ കേട്ടതിന് ശേഷം വേണുവിനോട് അനാമിക പറയുന്നുണ്ട്, എന്തായാലും അച്ഛാ, ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. അനന്തപുരിയിലേക്ക് പോട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അനന്തപുരിയിൽ ചെന്നാൽ മാത്രമേ എനിക്കറിയാൻ പറ്റൂ. അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ അച്ഛനെ വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് വേഗം അനാമിക അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. ഇനി എന്തായിരിക്കും സംഭവിക്കുക അനാമിക അനന്തപുരിയിലെത്തുമ്പോൾ? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.